ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ പഴയ ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പെട്ടി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വൈറ്റ് കളറിലെ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ വൈറ്റ് കളറിലെ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്നും ചെയ്യരുത്. ഇപ്പോൾ നോട്ട്ബുക്കിൻ്റെ പേജാണ്, കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്യാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് എല്ലാ സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കത് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു പച്ച കളറിലെ പേപ്പർ എടുത്തിട്ട് നമ്മുടെ കളർ പേപ്പറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ ഒരു വാട്ടർ കളർ വെച്ചിട്ട് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. എന്നിട്ട് ഇതേപോലെ ചുറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ ചെടികൾക്കൊക്കെ വെക്കുന്ന ആ ഒരു തണ്ട് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഈ ഒരു പേപ്പറുകളെല്ലാം നമ്മൾ മുമ്പൊക്കെ പൂക്കളും അതേപോലെ മറ്റുള്ള ക്രാഫ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ബാക്കി വന്ന ചെറിയ ചെറിയ പീസുകളുണ്ടല്ലോ, അതെടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ എന്തിനെങ്കിലും ഒരു ഐഡിയ കിട്ടുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ അതിൽ വളരെ ചെറിയ പേപ്പറുകളാണ് ഉള്ളത്. അപ്പോൾ ഒരു മിക്ക കളറുകളുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പേപ്പറുകളാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതേപോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന മോഡലുകളുള്ള എല്ലാ പൂക്കളും ചെയ്തേക്കാം. ചെറിയ ചെറിയ പൂക്കൾ മതി. അതുകൊണ്ടാണ് വേസ്റ്റ് പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്തത്. കാരണം വളരെ കുറച്ച് അളവിൽ നമുക്ക് പേപ്പർ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ അതൊരു വേസ്റ്റായിട്ട് കിടക്കുകയുമില്ല. നമുക്കത് വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഉണ്ടാക്കി 2 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ മോഡൽ ഉണ്ടാക്കാം. ഒരുപാട് മോഡൽ പൂവുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഓരോന്നിൻ്റെയും ചെറിയൊരു രൂപം നമ്മൾ എല്ലാത്തിൻ്റെയും ഉണ്ടാക്കി വയ്ക്കാം. ഇത് നമ്മൾ മറ്റേ ക്രേപ്പ് പേപ്പറാണ്, ചുരുളൻ പേപ്പർ എന്നൊക്കെ പറയും. അത് ഞാൻ ഇതേപോലെ ഒരു ഉണ്ടകളാക്കി എടുത്തിട്ട് ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വീണ്ടും ചുരുട്ടി ഇങ്ങനെ ഉണ്ടേക്കുക, എന്നിട്ട് വീണ്ടും ഉള്ളിലേക്ക് വെക്കുക, വീണ്ടും മടക്കുക, വീണ്ടും നമ്മളിങ്ങനെ ചെയ്ത് ലാസ്റ്റ് നമ്മൾ പശ വെച്ച് ഒട്ടിക്കും. ഇതേപോലത്തെ പൂവൊന്നും ഞാൻ ഇതേവരെയായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ചെറിയൊരു കുഞ്ഞി പൂവൊക്കെ ആകുമ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് ഒരുപാട് വലിയ പൂവൊക്കെ ആണെങ്കിൽ വെറുതെ ഇങ്ങനെ ഉണ്ട പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ചെറിയ ഉണ്ടപ്പൂവൊക്കെ ഇല്ലേ, ആ ഒരു മോഡലിലാക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അത്രയൊന്നും ഒരുപോലെ അങ്ങനെ വന്നില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഒരു പൂവിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു തണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റ് പേപ്പറുകളും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ഇനിയിപ്പോൾ നിരോധിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. വീട്ടിൽ കിടക്കണം പഴയതെന്തെങ്കിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. അതേപോലെ തുണി വെച്ചിട്ട് ചെയ്യുക. പേപ്പർ തന്നെ വേണമെന്നില്ല. പേപ്പറാകുമ്പോൾ നമ്മുടെ ഒരുപാട് ഉണ്ടാവും. പഴയ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് കളർ ചെയ്തെടുത്തിട്ട് അതായാലും ചെയ്യുക. ഞാനിതിലിപ്പോൾ ഒരുപാട് മോഡൽ ഞാൻ ചെയ്ത് വെക്കുന്ന മോഡലുകളെല്ലാവരും കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ ഇത്തിരി സ്പീഡാക്കിയാണ് ഇട്ടിരിക്കണേ. കാരണം ഓരോന്നും നിങ്ങൾക്ക് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതേപോലെ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഇതിപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുണ്ട്. ഇതേപോലത്തെ പല കളറിൽ എത്ര വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടാവും. നമുക്ക് വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. കാരണം അത് പശയൊന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കത്രികയും പേപ്പറും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓണമൊക്കെ ആയതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒരു ഷോപ്പ് തുടങ്ങുക എന്നുള്ളൊരു രീതിയിൽ ആ ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ഓർഡർ സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തു. അതിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. അപ്പോഴാണ് ഇതുപോലെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ മുമ്പ് വലിയതായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ കൈമലത്തെ പശ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കത് ചുറ്റിയെടുക്കാനായിട്ട് പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പേപ്പർ ചുരുട്ടി അല്ലാണ്ട് എന്തെങ്കിലും ഈർക്കിലിയുടെയൊക്കെ ഇത് വേണമെങ്കിലും ചുറ്റിയെടുക്കുക. അത് തണ്ടായിട്ട് യൂസ് ചെയ്യാം. കളർ പേപ്പർ ഇല്ലാത്തൊരു കളർ അടിച്ചിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാം, ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടൊന്ന് കവർ ചെയ്യാണ്. ഫുള്ള് വൈറ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് സിൽവർ കോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കാം. അതാകുമ്പോൾ ഇത്തിരി കൂടി തിളക്കമൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അതിൻ്റെ ഒരു ലേബൽ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, നമ്മുടെ ഷോപ്പിന് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. ഞാനപ്പോൾ ജസ്റ്റ് ഒരു ബ്ലോസം എന്നുള്ളൊരു പേര് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്കെച്ച് പെൻസൊക്കെ യൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യുക. ഇതിപ്പോൾ വെറുതെ ഞാനിങ്ങനെ എഴുതിയിട്ടുള്ളൂ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ബീയുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. എഴുതുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ടച്ച് വരികയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് അടിയിൽ 2-3 ഫ്ലവേഴ്സ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. വലിയ ഭംഗിയൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ സ്കെച്ച് പെൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ചപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നല്ല ഭംഗിയായിട്ട് വരയ്ക്കാൻ
വരക്കാൻ അറിയാവുന്നവരൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വരയ്ക്കുക. അപ്പോൾ ഇലയും തണ്ടും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. 3 വെച്ചാണ് വരച്ചു കൊടുക്കുന്നത്. ആദ്യം ഇപ്പുറത്ത് വരച്ചു, പിന്നെ എനിക്ക് തോന്നി അപ്പുറത്തും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നി. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡും കൂടി അതേപോലെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് 3 വരച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ളൊരു ഐഡിയ ആണ്. ഈ ഒരു ബോക്സ് ഇങ്ങനെ കിടക്കണം കണ്ടപ്പോൾ ആ ഒരു ഐഡിയ തോന്നിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ് എല്ലാവരും ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമൻറ്റായിട്ട് എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി കൂടി ഭംഗിയാക്കാനൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത പിക്ക് അയച്ചാലുള്ള മെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് അയച്ചോളാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഐഡിയ ആയിട്ട് കാണാം. താങ്ക് യു.